നമസ്കാരം. ഞാൻ റാണ യശ്വന്ത് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദിവസം, മാസം, വർഷം ഇവയെല്ലാം സമയത്തെ അളക്കാനുള്ള യൂണിറ്റുകളാണ്. കാര്യങ്ങളെ ഓർമ്മിക്കാനും എളുപ്പമാണ്. പക്ഷേ ദിവസം, മാസം, വർഷം എന്നിവ എപ്പോഴും പുതിയതായി തുടരും. പുതിയ ദിവസം, പുതിയ മാസം, പുതിയ വർഷം. ഈ പുതിയത് എന്നാൽ പഴയത് ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. പഴയത് ഉപേക്ഷിച്ച് പുതിയതിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പുതിയ വർഷം വരുന്നു, 2024 പോകുന്നു, 2025 വരുന്നു. അപ്പോൾ സ്വാഭാവികമായും രാജ്യത്തും ലോകത്തുമുള്ള കാര്യങ്ങളും വരുംകാലത്തെ ഭീഷണികളും വെല്ലുവിളികളും കണക്കിലെടുത്ത് നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ തയ്യാറാക്കുന്നു എന്നതാണ് ചോദ്യം. നമ്മൾ പുതിയതായി എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മുടെ പുതിയ സങ്കല്പം എന്തായിരിക്കും? പുതിയ വർഷത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ ആചാര്യ പ്രശാന്ത് ജിയുടെ മുമ്പിലാണ്. നിങ്ങൾക്ക് വളരെ വളരെ സ്വാഗതം. പുതിയ വർഷം, പുതിയ വർഷങ്ങൾ, പുതിയ സങ്കല്പങ്ങൾ. മനുഷ്യൻ പലതും ആഗ്രഹിക്കുന്നു. ഇത്തവണ ഇത് ചെയ്യും, ഇത്തവണ അത് ചെയ്യും എന്നൊക്കെ പലപ്പോഴും അയാൾ ചിന്തിക്കുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പഴയ വഴിയിലേക്ക് തന്നെ മടങ്ങുന്നു. പക്ഷേ 2025 പുതിയ വർഷം എത്രത്തോളം വെല്ലുവിളികളോടെ, എത്രത്തോളം അപായങ്ങളോടെ, എത്രത്തോളം സാധ്യതകളോടെയാണ് വരുന്നത്? ഏത് സങ്കല്പത്തോടെയാണ് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത്? മുഖ്യമായി നമ്മൾ സാധ്യതകൾ, അപകടങ്ങൾ, വെല്ലുവിളികളെക്കുറിച്ച് പറയുമ്പോൾ ഈ ലോകവ്യാപകമായി നടക്കുന്ന കാര്യങ്ങൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം അത് വ്യക്തിപരമായി എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ഇത് വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു വർഷമാണ് ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു വർഷത്തിൽ ഒന്നല്ല, മറിച്ച് രണ്ട് വലിയ യുദ്ധങ്ങൾ ലോകത്ത് നടക്കുന്നത് വളരെ അപൂർവമാണ്. പിന്നെ മൂന്നാം സ്ഥലത്തെ യുദ്ധം എപ്പോ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാവുന്നത്ര തീവ്രമായ സ്ഥിതിയിലാണ്. അതുകൊണ്ട് തന്നെ 2025 ഞാൻ നോക്കുമ്പോൾ ഈ രണ്ട് യുദ്ധങ്ങളുടെ ഫലം എന്തായിരിക്കും ഞാൻ ആദ്യം ചിന്തിക്കുന്നു. ഉം. റഷ്യ, യുക്രൈൻ, പിന്നെ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഇത് എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്ന് നമ്മൾക്ക് പിന്നീട് കാണാം. ഇതിനും ഈ പറഞ്ഞ പോലെ ശരിക്കും മനുഷ്യവരസുമായി ബന്ധമുണ്ട്. ഉം. പക്ഷേ ഈ 2025 നമ്മൾ വ്യക്തിപരമായി എന്ത് പ്രതിജ്ഞ എടുക്കണമെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ലോകത്ത് എന്ത് സംഭവിക്കുന്നു എന്നത് നമ്മൾ ആദ്യം കാണണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഈ രണ്ട് യുദ്ധങ്ങൾ നിലച്ചാലും ഈ രണ്ട് യുദ്ധങ്ങളിൽ നിന്നും വലിയ ഭീഷണികൾ നിലനിൽക്കുന്നുണ്ട്. ഭീഷണി എന്ന് വെച്ചാൽ 24 ഉണ്ടായതിനേക്കാളും കൂടുതൽ 25 ഉണ്ടാവും, 25 ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ 26 ഉണ്ടാവും. പിന്നെ 20-50 വർഷത്തിന് ശേഷം ആ അപകടം വളരെ വലുതായി തീരും. ഉം. ഒരുപക്ഷെ ആ അപകടത്തെ വളരെ വലുതാണെന്ന് പറയാൻ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവൂ. ഗ്ലോബൽ വാർമിംഗ്, ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച്. ഉം. അപ്പോൾ 2024 നിങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ദിവസങ്ങളിൽ ഏതാണ്ട് 95% ഇതുപോലെ തന്നെ ആയിരുന്നു. 365 ദിവസങ്ങളിൽ ചില തീവ്ര കാലാവസ്ഥ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എവിടെയോ ആണ്. ഇന്ത്യയിലെ ചിലയിടങ്ങളിൽ അതുപോലെയായിരുന്നു. ഉം. ഇതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഏറ്റവും ചൂടേറിയ ദിവസങ്ങൾ നമ്മൾ ഈ വർഷം തന്നെ അനുഭവിച്ചിട്ടുണ്ട്. ഇത്തരം ചൂട് നമ്മൾ മനുഷ്യ ചരിത്രത്തിൽ ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ല. 2024 ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നു. 2024 ഏറ്റവും ചൂടേറിയ വർഷം മാത്രമല്ല, 2024 മാസങ്ങൾ, ദിവസങ്ങൾ, ആഴ്ചകൾ എന്നിവയുടെ ശരാശരി എങ്ങനെ എടുത്താലും അതെല്ലാം ഏറ്റവും ചൂടേറിയതായിരുന്നു. ഇത് മാത്രമല്ല ഏറ്റവും അപകടകരമായ കാര്യം. ഏറ്റവും അപകടം എന്താണെന്ന് വെച്ചാൽ 2024 2025 അപേക്ഷിച്ച് ഏറ്റവും തണുപ്പുള്ളതായിട്ടായിരിക്കും നമുക്ക് തോന്നുക. അതായത് 2025 കൂടുതൽ ചൂടായിരിക്കും. അത് ഇനിയും ചൂട് കൂടും. ആ അപകടം ഒന്നുമല്ല. 2026 27 അപേക്ഷിച്ച് നോക്കുമ്പോൾ 2025 വളരെ തണുപ്പായിട്ട് തോന്നും നിങ്ങൾക്ക്. അപ്പോൾ ഇതൊരു തുടർച്ചയായ പ്രക്രിയയായി അത് ഇതൊരു മാറുമെന്നർത്ഥം. തുടർച്ചയായ പ്രക്രിയയായി മാറും. അതിന്റെ അവസാനം നമ്മുടെ അവസാനത്തോടൊപ്പമായിരിക്കും. ഇനിയിപ്പോൾ നമ്മുടെ അവസാനം സംഭവിച്ചാൽ പോലും അതത്ര ഭയങ്കരമായ കാര്യമായിരിക്കില്ല. ഭയാനകമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം അവസാനിപ്പിച്ച ശേഷമായിരിക്കും നമ്മുടെ അവസാനം വരുന്നത്. ഉം. ഈ പറയുന്ന മനുഷ്യൻ എന്ന ജീവി ലോകത്തെ മുഴുവൻ ജീവജാലങ്ങളെയും തിന്നു നശിപ്പിച്ച് എന്നിട്ട്
അവയെല്ലാം അവസാനിപ്പിച്ചതിന് ശേഷം താനും അവസാനിക്കും. നമ്മൾ അവസാനിക്കുന്നത് അത് നമ്മുടെ മണ്ടത്തരമാണ്, നമ്മുടെ സ്വാർത്ഥതയാണ്. എന്നാൽ മറ്റു ജീവികൾ അവസാനിക്കുന്നതിന് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മളാണ് അവയെ നശിപ്പിക്കാൻ പോകുന്നത്. ആ നാശത്തിൽ നമ്മൾ 2025-നെ ഒരു വാട്ടർ ഷെഡ് ഇയർ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഇത്രയും സമയത്തിനകം ഇതിനോടകത്ത് തന്നെ നിരവധി ജീവികൾ എന്നേക്കുമായി അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക. ഇതൊരു വസ്തുതയാണ്. കാരണം ഇത്രയും സമയത്ത് എത്രമാത്രം ജീവികൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണെന്നറിയോ? ഇതൊരു ഫാക്റ്റാണ്. ഇത്രയും കുറച്ച് നേരത്തിനകം എത്രയോ ജീവികൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഉം. ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ അത് കാലാവസ്ഥ മാറ്റം തന്നെയാണ്. ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതായത് ഈ AQIയും കാര്യങ്ങളൊക്കെ, ഇതിൻ്റെയൊക്കെ കാരണം ഇത് മാത്രമല്ല. അതായത് കൺസ്ട്രക്ഷൻ നടക്കുന്നു, വൈക്കോലുകൾ കത്തിക്കുന്നു, അല്ലെങ്കിൽ വെഹിക്കുലർ പൊല്യൂഷൻ. അതിൻ്റെയൊക്കെ കാരണം ക്ലൈമറ്റ് ചേഞ്ച് തന്നെയാണ്. നമ്മൾ പക്ഷേ ഈ കാര്യം അംഗീകരിച്ചു കൊടുക്കുന്നില്ല. ഞാൻ എന്തുകൊണ്ടാണ് 2025-നെ വാട്ടർ ഷെഡ് ഇയർ എന്ന് വിളിക്കുന്നത്? കാരണം സയൻറ്റിസ്റ്റ് പറയുന്നു കുറേ അധികം ഫീഡ്ബാക്ക് സൈക്കിൾസ് ഉണ്ട്, അത് ഇപ്പോൾ ആക്ടിവേറ്റ് ആകാൻ പോവുകയാണ്. ഈ ഫീഡ്ബാക്ക് സൈക്കിൾസ് എന്താണ് ഞാൻ ഇതിനു മുമ്പ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഉം. അതായത് ഒരു പ്രാവശ്യം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ നിർത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2025-ൽ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്ന ലക്ഷണമാണ്. നമ്മൾ പറയാറില്ലേ സ്റ്റോപ്പ് ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ലിമിറ്റഡ് ടു 1.5 ഡിഗ്രീസ് എന്നൊക്കെ. ഈ സംഗതികളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഇത് പറയാൻ പോലുള്ള അധികാരം ഉണ്ടാവില്ല. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ ക്ലൈമറ്റ് ചേഞ്ച് തടയാമെന്ന്. ഉം. അപ്പോൾ ഈ പുതുവർഷം ഇത്രയും വലിയൊരു വെല്ലുവിളിയായിട്ടാണ് നമ്മുടെ മുമ്പിൽ വലിയ നിൽക്കുന്നത്. അപകടമാണ്. വലിയ അപകടമുണ്ട്. യുദ്ധമുണ്ടെന്ന് പറഞ്ഞു, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു. അടുത്ത അപായത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതാണ് ഈ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ എങ്ങനെ ഇത്ര വലിയൊരു അപായമാകുന്നത്? കാരണം നമ്മൾ നമ്മളെക്കുറിച്ചാണല്ലോ പറയുന്നത്, മനുഷ്യനെക്കുറിച്ച്. മനുഷ്യൻ എന്ന് വെച്ചാൽ അവൻ്റെ മനസ്സ്, അവൻ്റെ ചിന്ത. സോഷ്യൽ മീഡിയ ഇന്ന് മനുഷ്യ മനസ്സുമായി ചരിത്രത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ശരിയായി ചിന്തിക്കാനും മനസ്സിലാക്കാനും ഏതൊരു വിഷയമായാലും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നമ്മൾ അശക്തരായിരിക്കുകയാണ്. നമ്മുടെ ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. നമുക്ക് ശരിക്കും കേൾക്കാനും മനസ്സിലാക്കാനും കഴിയുന്നില്ല. ഇതാണ് അവസ്ഥ. എല്ലാവർക്കും അല്ല, സോഷ്യൽ മീഡിയയിൽ ആരാണോ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അവർക്കൊക്കെ. ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ അവസാനം ഒരു മാനസിക രോഗമായിട്ട് മാറും. പിന്നെ ഇതിങ്ങനെ പോകുമ്പോൾ അവസാനം എന്താവുമെന്ന് വെച്ചാൽ ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ മഹാമാരി ലോൺലിനെസ്, ഒറ്റപ്പെടൽ, അതായിരിക്കും. ഇത് വളരെ വലിയൊരു ചോദ്യമാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, പലയിടങ്ങളിൽ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനസംഖ്യ ഈ വേഗതയിൽ വർദ്ധിക്കുന്നുണ്ട്. മനുഷ്യൻ അതേ വേഗതയിൽ ഒറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതെ അതെ അതെ. സോഷ്യൽ മീഡിയ കുടുംബത്തിലെ അംഗങ്ങളെ വ്യത്യസ്ത മുറികളിൽ അടച്ചിട്ടതുപോലെയാക്കിയിരിക്കുകയാണ്. ഉം. സുഹൃത്തുക്കൾ തമ്മിലുള്ള അകലം വർദ്ധിച്ചു. അവർ സോഷ്യൽ മീഡിയ ഇടപെടലുകളിൽ തൃപ്തിപ്പെടുന്നു. ഉം. എന്നാൽ മനുഷ്യൻ തന്നെ ഒരു വ്യത്യസ്ത സത്തായി മാറിയിരിക്കുന്നു. ഒരു സൈലോ, അതായത് ഒരു സൈലോ. ജയിലിനകത്ത് ആ, അടയ്ക്കപ്പെട്ട സൈലോ, പോലെ സൈലോ. ആവുന്നു. ഇത് പലതരത്തിലുള്ള വിഷാദ രോഗത്തിന് തീർച്ചയായിട്ടും കാരണമാകുന്നു. കൂടാതെ സമൂഹത്തിൽ പലതരത്തിലുള്ള രോഗങ്ങളും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ ഭീഷണികളെ നേരിടാൻ എന്തെങ്കിലും ഒരു വഴി? നോക്കൂ, വഴിയെന്ന് വെച്ചാൽ എടുത്തു പറയുകയാണെങ്കിൽ ഈ ആൽഗോറിതം ഇല്ലേ, അതിനെ ഏതെങ്കിലും ഒരു റെഗുലേറ്ററി അതോറിറ്റിയുടെ പരിധിയിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ. കാരണം ആൽഗോരിതത്തിൻ്റെ പിന്നിൽ ഒരു ലോജിക്ക് ഉണ്ടാവും. ആ ലോജിക്ക് മനുഷ്യനല്ലേ കൊടുക്കുന്നത്. നിങ്ങളുടെ ഫീൽഡിൽ എന്നും അങ്ങനെ തന്നെ വരുന്നു തോന്നരുതല്ലോ. ഏതോ ഒരു സൂത്രക്കാരനിരുന്നാണ് അൽഗോരിതം എഴുതുന്നത്. അത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പിടിച്ചെടുക്കുകയും പിന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണിച്ചു വീണ്ടും തരികയും വീണ്ടും ചെയ്യും. കാണിച്ചു അതെ അതെ, അത് നിങ്ങളെ വളരെയധികം പ്ലീസ് ചെയ്യും. പിന്നെ നിങ്ങളുടെ അകത്ത് സുഖം തരുന്ന ഹോർമോൺസിനെ ഇങ്ങനെ സിക്രറ്റ് ചെയ്യിച്ചുകൊണ്ടേയിരിക്കും. ഇത് ശരിക്കും മനുഷ്യനോടുള്ള ഒരു തരം അതിക്രമമാണ്. ഞാൻ ആക്ച്വലി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു തരം മാനസിക ബലാത്കാരമാണെന്ന്. ഇത് ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇത് ഒരു തരം ഒരു സെൻഷ്വൽ മാസ്റ്റർബേഷനാണ്. ഉം. അതായത് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെന്തോ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തപ്പോഴത്തേക്കും എന്തോ വന്നു, അങ്ങനെയല്ല. അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി വരുന്ന ആ കോണ്ടന്റ് ഇല്ലേ, റീൽസ്, ഷോർട്സ്, അതിലായിരിക്കുമല്ലോ ജനങ്ങളുടെ അറ്റൻഷൻ കൂടുതലും. അത് പുറകിലൊരു സൂത്രക്കാരൻ ഇരിപ്പുണ്ട്. അതായത് നിങ്ങളുടെ ഓരോ ചലനങ്ങളും കണ്ടുപിടിക്കാൻ വേണ്ടി. അങ്ങനെയാണ് ഈ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ചുറ്റിപ്പറ്റിയിരിക്കും, നിങ്ങൾക്ക് പിന്മാറാൻ പറ്റില്ല. ഉം. അവിടെ നിങ്ങൾക്ക് സത്യം കാണിച്ചു തരില്ല, മറിച്ച് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ കാണിച്ചു തരുള്ളൂ. നന്മയും സത്യവും അത് രണ്ട് വെവ്വേറെ വ്യത്യസ്തമായ കാര്യങ്ങളാണല്ലോ. നമ്മുടെ വലിയ വലിയ ആളുകൾ, നമ്മുടെ പൂർവികർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ,
ഋഷികള് കഠോപനിഷത്തിൽ എഴുതിയിട്ടുമുണ്ട്. അതായത് ശ്രേയസ്സും പ്രേയസ്സും വ്യത്യസ്തമാണെന്ന്. നച്ചികേത ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഉം. പിന്നെ ശ്രേയസിന്റെ മാർഗം ഉപേക്ഷിച്ച് ശ്രേയസിന്റെ മാർഗത്തിലേക്ക് പോകുന്നവർക്ക് അവർക്ക് പൂർണ്ണ നാശമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ നമ്മളെ പ്രേയസിന്റെ മാർഗത്തിലേക്കാണ് നയിക്കുന്നത്. പ്രേയം എന്ന് വെച്ചാൽ നമുക്കിഷ്ടമുള്ളത് ദേ ഇങ്ങനെ നമ്മളെ കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. അതായത് നമുക്ക് ഇഷ്ടമുള്ളത് മാത്രമേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കൂ. നമുക്ക് ഇഷ്ടമായതിൽ ഒരു സത്യവും ഉണ്ടാവില്ല. അത് നിങ്ങളെ കൂടുതൽ കള്ളത്തരത്തിലേക്ക് പെടുത്തിക്കൊണ്ടിരിക്കും. ഇപ്പോ ആൽഗോരിതത്തിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് AI വന്നിരിക്കുന്നു. അപ്പൊ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെ ഉണ്ടായിരുന്നില്ല നേരത്തെ, നിങ്ങളുടെ ആ മനസ്സിനെ അൽഗോരിതം പഠിച്ചിട്ട് അതിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. പിന്നെ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് ഇരട്ടിയായിരിക്കും 2025 കാണിച്ചു തരുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു മഹാ ലോൺലിനെസ് ആയിരിക്കും ഉണ്ടാവുന്നത്. കാരണം നമുക്ക് മറ്റൊരു മനുഷ്യന്റെ ആവശ്യം തന്നെ വരുന്നില്ല. കാരണം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഈ സ്ക്രീൻ തന്നെ നിർവഹിക്കുന്നുണ്ട്. ഉം. അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളെ അറിയുന്നതിനേക്കാളും കൂടുതൽ ഈ ആൽഗോരിതം നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ആസ്വാദനങ്ങൾ, നിങ്ങളുടെ മോഹങ്ങൾ എല്ലാം ഈ സ്ക്രീനിൻ്റെ മുമ്പിൽ നിങ്ങളെ കാണിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ അതിൽ ഉത്സാഹഭരിതരാവും, ആകൃഷ്ടരാവും. നിങ്ങളിങ്ങനെ സ്ക്രീനിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അത്രയധികം നേരം നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ നിന്ന്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന് എല്ലാം നിങ്ങൾ അകന്നു പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. കാരണം ഈ സ്ക്രീൻ നിങ്ങളുടെ ജീവിതമായി മാറിയിരിക്കുക. നിങ്ങൾക്ക് വേറെ കൂട്ടുകാരുടെ ആവശ്യമില്ല. ഉം. പിന്നെ ആ സ്ക്രീൻ തയ്യാറാക്കിയിരിക്കുന്നത് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിൽ ഒട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെ വരുമ്പോൾ ഇതൊരു വലിയ ഭീഷണിയാണ്. ഇപ്പോൾ യുദ്ധം അപായമാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അതിൽ ബോംബ് പൊട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഞാൻ ക്ലൈമറ്റ് ചേഞ്ച് ഒരു അപായമാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അതിൽ കൊടുങ്കാറ്റ് കാണാൻ സാധിക്കും, നിങ്ങൾക്ക് മഴ കാണാൻ സാധിക്കും, അതിൽ വരൾച്ച കാണാൻ സാധിക്കും, കടൽ നിരപ്പ് വരുന്നത് കാണാൻ സാധിക്കും, ജീവജാലങ്ങൾ അപ്രത്യക്ഷമാകുന്നത് കാണാൻ സാധിക്കും. ഇതെല്ലാം ഒരു അപകടകരമായ കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയെ പറ്റി പറയുമ്പോൾ അതിൽ AI സംബന്ധപ്പെട്ട ഭീഷണി, അതിൽ നിന്നുള്ള റെഡ്യൂസിങ് അറ്റൻഷൻ സ്പാൻ, പിന്നെ റിലേറ്റഡ് മെന്റൽ ഡിസോർഡർ അല്ലെ ലോൺലിനെസ്, ഇതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ര ഭയം തോന്നാറില്ല. കാരണം അവിടുത്തെ സംഭവം വളരെ സുഖകരമാണ്. പിന്നെ വിഷത്തിന് കൂടുതൽ അപകടം കൂടും അതിന് മധുരമുള്ളപ്പോൾ. ഈ വിഷത്തിന് മധുരമുണ്ട്, നല്ല വീര്യമുള്ള വിഷമാണ്. ഈ സംഭവം നമ്മൾ അറിയാതെ തന്നെ അടിമകളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുവൻ നിങ്ങളെ വന്ന് കോളനൈസ് ചെയ്യാണ് പുറത്തു നിന്ന് വന്ന്, അതായത് ക്യാപിറ്റലിസം ചെയ്തതുപോലെ. അതായത് പോയി മുഴുവൻ രാജ്യത്തെ കോളനൈസ് ചെയ്യുക. അപ്പം നമുക്കത് മനസ്സിലാവും. നമ്മൾ പ്രതിരോധിക്കും, നമ്മളിൽ വിപ്ലവകാരികളുണ്ടാവും, വെടിവെപ്പ് നടത്തും, ബോംബ് സ്ഫോടനം നടത്തും, അങ്ങനെ സ്വാതന്ത്ര്യം നേടാൻ ശ്രമിക്കും. പക്ഷേ ആരെങ്കിലും നിങ്ങളുടെ മൊബൈലിലേക്ക് വന്ന് നിങ്ങളുടെ മനസ്സിനകത്തേക്ക് കയറി നിങ്ങളെ കോളനൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ആക്ച്വലി മനസ്സിലാവുക പോലുമില്ല. നിങ്ങൾ വിചാരിക്കുക ഇവർ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയാണെന്ന്, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരികയാണെന്ന്. ഈ സോഷ്യൽ മീഡിയ ഇന്ന് നിങ്ങളെ അടിമയാക്കാനും കോളനിവൽക്കരിക്കാനും കൊള്ളയടിക്കാനുമുള്ള ഒരു പുതിയ മാർഗമാണ്. ഇതിൻ്റെ ലക്ഷ്യം എക്സാക്ട്ലി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലക്ഷ്യം പോലെ തന്നെയാണ്. എല്ലാ യൂറോപ്യൻ ശക്തികളും കോളനിവൽക്കരണം നടത്തിയത് എന്തുകൊണ്ടാണ്? കറുത്ത വർഗ്ഗക്കാരെയും തവിട്ട് നിറക്കാരെയും ഒന്നും അവർക്ക് അടിച്ചമർത്തണമെന്നും ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല. അവർ കോളനൈസേഷൻ നടത്തിയത് പൈസയ്ക്ക് വേണ്ടി മാത്രമാണ്. ഇനിയിപ്പോൾ ചൈനയുടെ ഓപ്പിയം വാഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ കോളനൈസേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആഫ്രിക്കയുടെ സ്ലേവ് ട്രേഡ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്തിനായിരുന്നു? അതെല്ലാം പണത്തിനായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെ കോളനിവൽക്കരിക്കുന്നത് പണത്തിന് വേണ്ടി മാത്രമാണ്. അതിൻ്റെ എതിരെ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ എതിരെ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ പറ്റില്ല. ഇതായിരിക്കും 2025 ഏറ്റവും വലിയ അപകടമായി മാറാൻ പോകുന്നത്. വാർസ്, ക്ലൈമറ്റ് ചേഞ്ച്, അത് കഴിഞ്ഞിട്ട് ഇതായിരിക്കും ഏറ്റവും വലുത്. ഇത് വളരെ രസകരമായ ഒരു കാര്യമാണ്. ആചാര്യജി എന്താണ് പറയുന്നത് വെച്ചാൽ, എന്തെങ്കിലും ഒരു മുതലായോ നിക്ഷേപം നടത്തിയാലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൃഷിയോ ഉൽപാദനമോ ഇതൊക്കെ ചൂഷണം ചെയ്ത് നിങ്ങൾ പണം സമ്പാദിച്ചാൽ നമുക്കറിയാം. എന്നാൽ നിങ്ങളുടെ മാനസികമായ അസ്വസ്ഥതകളോ ലൈംഗിക അഭിലാഷങ്ങളോ ഇതൊക്കെ തൃപ്തിപ്പെടുത്താനായി സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന കണ്ടന്റ് അത് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? അതൊരു തരത്തിലുള്ള കോളനൈസേഷനാണ്. അങ്ങനെ അവർ അവിടെ നിന്ന് പണം ഉണ്ടാക്കുകയും നിങ്ങളെ അടിമകളാക്കുകയും ചെയ്യുന്നു. ഇത് വളരെ രസകരമായ വസ്തുതയാണ്. ഇത് ഇങ്ങനൊരു അവസ്ഥ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് മറ്റൊരു അപകടമാണ്. OTT പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമായ കണ്ടന്റ് അത് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിലാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയും. OTT പ്ലാറ്റ്ഫോമുകൾ അടിസ്ഥാനപരമായി ഒരു തരത്തിൽ പോൺ കണ്ടന്റിന് സമാനമായ അശ്ലീല കണ്ടന്റ് നൽകുന്നു. ഇതൊരു വസ്തുതയാണ്. ഇത് നമ്മുടെ കുട്ടികളിൽ, പ്രത്യേകിച്ച് ആൺകുട്ടികളിൽ വലിയൊരു പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത്. അവർ മാനസികമായി തകരുന്നു. പിന്നെ അവർ തെറ്റായ വഴിയിലേക്ക് നയിക്കപ്പെടുന്നു. ഇത് നമ്മുടെ പുതിയ തലമുറ നേരിടുന്ന വലിയൊരു ഭീഷണിയാണ്. 2025 ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. അതും അത് തന്നെയല്ലേ?
ഉം. അതായത് എന്തും ഈ കാണുന്ന ആൾക്ക് പ്ലഷർ കിട്ടുകയാണെങ്കിൽ അപ്പോ ആ കാണിക്കുന്നതിൽ അവർ ഫോക്കസ്ഡ് ആയിരിക്കും. അതുമല്ല അവർക്ക് തോന്നുകയും ചെയ്യും ഈ കാണിക്കുന്നതൊക്കെ എൻ്റെ ചോയ്സ് പ്രകാരമാണെന്ന്. കാരണം ഞാനാണ് ഈ ചാനൽ സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ സ്വൈപ്പ് ചെയ്തപ്പോഴാണ് ഇത് വന്നേ, അല്ലെങ്കിൽ ഇന്ന ആളെ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് വരുന്നത്. നമുക്കിത് മനസ്സിലാവുന്നില്ല. നമ്മൾ ഫോളോ ചെയ്യുകയല്ല, നമ്മളെ ഫോളോ ചെയ്യിപ്പിക്കുകയാണ്. ആരെങ്കിലും നമ്മളെ തല്ലി ഫോഴ്സ് ചെയ്ത് നമ്മളെ ഒരു കാര്യം ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുകയാണെന്ന്. ഉം. പക്ഷെ വളരെ രസകരമായിട്ട് വളരെ നീറ്റായിട്ട് നമ്മളെ കൊണ്ടൊരു ജോലി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുക പോലുമില്ല നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെന്ന്. പിന്നെ നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്ന ഒരു വളരെ പഴയ ടെക്നിക്കല്ലേ. നിങ്ങളിപ്പോൾ ലൈംഗികാകാരത്തെക്കുറിച്ച് പറഞ്ഞില്ലേ. ഒരു വ്യക്തിയെ അവൻ്റെ സെക്ഷൽ സെൻറ്ററിൽ പിടിച്ചാൽ പിന്നെ അവൻ എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. പിന്നെ ഒരു വ്യക്തിയെ അടിമയാക്കാൻ പല മാർഗങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സെക്സ്. ഇന്ന് ഉപയോഗിക്കുന്നതും അതേ തന്ത്രം തന്നെയാണ്. ഇത് വളരെ പഴയകാലത്തെ തന്ത്രങ്ങളാണ്, കാട്ടിലെ തന്ത്രം. എന്നാൽ ഇപ്പോൾ അത് ആധുനികവും പിന്നെ പുതിയ രൂപത്തിലും AI ഉപയോഗിച്ചും നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുക. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് നമുക്ക് യാതൊരു പിടിയില്ല. റാഡിക്കലൈസേഷൻ എന്നൊരു പ്രശ്നമുണ്ട്. ആ ഈ ലോകം ഇങ്ങനെയാണ്. ഇപ്പോൾ സിറിയ, ഗാസ, ബംഗ്ലാദേശ്, മ്യാൻമർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ വാക്ക് അത്ര കേൾക്കാറില്ല. ബുദ്ധൻ ഒരു വ്യത്യസ്ത മാർഗം ആരംഭിച്ച ബുദ്ധമതക്കാർ പോലും ഇപ്പോൾ യുദ്ധത്തിൽ ഏർപ്പെടുകയും അവർ സൈന്യത്തെ രൂപീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ശരിയാ, ഈ ഭീഷണി 2025-ൽ വർദ്ധിക്കുമെന്ന് ഞാൻ വർദ്ധിക്കാൻ കരുതുന്നു. ചാൻസ് ഉണ്ട്. ഇതിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, അതായത് മുഴുവൻ ലോകത്തെയും ചേർക്കണം. ഈ റാഡിക്കലിസവും ഈ എക്സ്ട്രീമിസവും ഒക്കെ ഇല്ലേ, കടുത്ത വാദങ്ങളൊക്കെ ഇപ്പം അത് മുഴുവൻ ലോകവും ആവരിച്ചിരിക്കുക. ഇപ്പോൾ അമേരിക്ക നടന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കെന്താ തോന്നുന്നത്? അതിൽ ശരിക്കും ഈ പറയുന്ന കടുത്ത മതത്തിൻ്റെ നിഴലില്ലായിരുന്നോ? ഉം. ഉം? ഉം, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, മിഡിൽ ഈസ്റ്റിൽ ഇപ്പം നടക്കുന്ന യുദ്ധം പോലും നിങ്ങൾക്കെന്താ തോന്നുന്നത്? ഇത് വെറും ജിയോ പൊളിറ്റിക്കൽ ആണെന്നോ? എസെൻഷ്യലി അതൊരു റിലീജിയസ് സ്ട്രൈഫ് അല്ലേ, അതൊരു ധാർമ്മിക യുദ്ധമല്ലേ. പുറമേ നോക്കുമ്പോൾ അത് ഒരു ജിയോ പൊളിറ്റിക്സിൻ്റെ വേഷം ധരിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഇന്ത്യയെക്കുറിച്ച് നമ്മൾ മറക്കുമോ? ഇന്ത്യയിലാണെങ്കിൽ എല്ലാ രീതിയിലും റാഡിക്കലിസം വർദ്ധിക്കുന്നില്ലേ. ഇപ്പോൾ ബുദ്ധന്മാരെ കുറിച്ച് നിങ്ങൾ പറഞ്ഞപ്പോൾ ആ സമയത്ത് നമുക്ക് ലങ്കയെ മറക്കാൻ പറ്റുമോ? അവിടെ നടന്ന ദീർഘകാല യുദ്ധം അത് വാസ്തവത്തിൽ ഹിന്ദുക്കൾക്കും ബുദ്ധന്മാർക്കും ഇടയ്ക്കായിരുന്നില്ലേ? അപ്പോൾ മതത്തിൻ്റെ ഈ വികൃതീകരണം നടക്കുന്നില്ലേ, അത് മനുഷ്യനെ എങ്ങും എത്തിക്കില്ല. കാരണം മാൻ ഈസ് എ സ്പിരിച്വൽ ആനിമൽ ബിഫോർ ഈസ് എ സോഷ്യൽ ആനിമൽ. ഉം. ഞാൻ പറഞ്ഞതാ, മറ്റാരും പറഞ്ഞതല്ല. അതുകൊണ്ട് നിങ്ങൾ അത് വിഷമിക്കണ്ട. അപ്പോൾ നമ്മൾ അത്തരം ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാരാണ്, അല്ലാണ്ട് കാട്ടിലെ മൃഗങ്ങളല്ല. ഈ നമ്മുടെ ഈ ചേതനയുണ്ടല്ലോ, അത് അന്വേഷിക്കുന്നു സത്യം എന്താണെന്ന്. അതായത് അതിന് നുണയിൽ ജീവിക്കേണ്ടത്. സത്യത്തെ അന്വേഷിക്കുന്നതിനാണ് മതം എന്ന് പറയുന്നത്. മായകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ആന്തരിക ബന്ധങ്ങളെ ചോദ്യം ചെയ്യുന്നതിനുമാണ് നമ്മൾ മതം എന്ന് വിളിക്കുന്നത്. അപ്പം മതമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശരീരത്തിലുള്ള എല്ലാ അസുഖത്തിനും വേണ്ടിയുള്ളൊരു മരുന്നാണ്. അങ്ങനെ വരുമ്പോൾ മരുന്ന് ഒരുപക്ഷെ വിഷമായി മാറുകയാണെങ്കിൽ പിന്നെ മനുഷ്യനെ ആര് രക്ഷിക്കും? ഈ മതം തന്നെയല്ലേ മരുന്നിൻ്റെ ജോലി ചെയ്യേണ്ടത്. മരുന്നായിരിക്കേണ്ട മതത്തിൽ എന്തൊക്കെയോ ചേർത്ത് അത് വിഷമാക്കി മാറ്റിയിരിക്കുന്നു. ഇപ്പൊ ലോകത്തിൽ RSS എല്ലായിടത്തും മേധാവി മോഹൻ ഭാഗവത് വളരെ വലിയൊരു പ്രസ്താവന നടത്തി. ഒരു അയോധ്യ കേസുണ്ടായിരുന്നു. അത് ഈ രാജ്യത്ത് ഒരു പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്തു. അത് പരിഹരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെയാണ് കാര്യങ്ങൾ അവസാനിക്കുന്നത്. അദ്ദേഹം ഇതുപോലെയൊക്കെയാണ് പറഞ്ഞത്. മുന്നോട്ടു പോയി ഈ വിഷയം വലുതാക്കുന്നത് അത്രയ്ക്ക് ശരിയല്ല. ഇപ്പോ മതത്തിന്റെ പ്രാഥമിക ആശങ്ക മനുഷ്യനെ മോക്ഷം നേടാൻ സഹായിക്കുക എന്നതാണ്. ഉം. ഞാൻ എൻ്റെ ജീവൻ ഊർജത്തെ വ്യർത്ഥമായി ചെലവഴിക്കില്ല. ഞാൻ ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം. അങ്ങനെ വരുമ്പോൾ ഞാൻ ആഗ്രഹങ്ങളുടെ പുറകെ അടിമയായിട്ട് ഓടില്ല. ഞാൻ മറ്റുള്ളവരെ സുഖഭോഗത്തിൻ്റെ കണ്ണോടുകൂടെ നോക്കി ബന്ധം സ്ഥാപിക്കില്ല. മതം ഇതുപോലുള്ള കാര്യങ്ങളായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മതം എന്നത് ഇന്ന് നടക്കുന്ന ഒരു കാര്യം പോലും അല്ല. ഉം. ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അഥവാ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ മതം അത്രയധികം കളങ്കപ്പെട്ടതും മോശമായ ഒരു വാക്കായി മാറും. അങ്ങനെ വരുമ്പോൾ ഭാവി തലമുറ, നമ്മുടെ തൊട്ടു മുമ്പുള്ളതും പിന്നെ വരാനുള്ളതും, ഇവർ മതത്തിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ മാറി നിൽക്കും. ഉദാഹരണത്തിന് ബ്രിട്ടനിൽ ഇതാദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ സ്വയം ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്നവർ ഭൂരിപക്ഷത്തിലല്ല, അവർ 50% താഴെ വന്നിരിക്കുന്നു.
മിക്ക ആളുകൾക്കും ഇത് അത്ഭുതകരമായിട്ട് തോന്നും. നമ്മളെല്ലാ ബ്രിട്ടീഷുകാരും ക്രിസ്ത്യാനികളാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയല്ല. അവർ 50% നിന്ന് താഴെയായിരിക്കുന്നു. അവരിപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, ഞങ്ങൾ സത്യത്തിൽ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ തീയിസ്റ്റാണ്. അത് 50% താഴെയാ. ബാക്കിയുള്ളവരാരായിരിക്കും? ഏത്തിസ്റ്റ്. അതെ, അവർ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ബാക്കി അധീഷ്ഠായിരിക്കും, അല്ലെങ്കിൽ മറ്റ് മതവിശ്വാസികളായിരിക്കും. അതായത് ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്രിസ്ത്യാനികൾ ഇപ്പോൾ അവിടെ ഭൂരിപക്ഷത്തിലല്ല എന്നുള്ള കാര്യമാണ്. വരും തലമുറകൾ മതത്തിന്റെ നിരന്തരമായ അധപ്പതനം കണ്ടുകൊണ്ട് മതത്തെ തന്നെ തള്ളിക്കളയുന്നു. അപ്പോൾ എല്ലാ ഫെനാറ്റിക്സും ഇല്ലേ ധർമ്മത്തെ രക്ഷിക്കുന്നവര്, മതത്തെ രക്ഷിക്കാനായിട്ട് മുന്നോട്ട് വരുന്ന ഭ്രാന്തന്മാര്, ഞങ്ങള് എങ്ങനെയാണേലും മതത്തെ രക്ഷിക്കും. മതത്തെ രക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. മതം അപകടത്തിലാണ്. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്നത് ആ കാരണത്താൽ മതം എന്നേക്കുമായി നശിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ആരെയും ബലമായി മതസ്ഥരാക്കാൻ കഴിയില്ലല്ലോ. നിങ്ങളുടെ ഈ പ്രവൃത്തികൾ കണ്ടുകൊണ്ട് എത്ര പേരാണ് ആ മതത്തെ തന്നെ ഉപേക്ഷിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അവർ പറയുന്നത്, മതപ്രതിനിധികൾ, മത നേതാക്കൾ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ആ മതം വേണ്ട അത്രേ. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ അവർ പറയും, ഇതൊന്നും നിർത്തി, ഇത് കുറേ അധികമായി. നിങ്ങൾ ദിവസേന ഒരു പുതിയ പ്രശ്നം സൃഷ്ടിക്കുന്നു എന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന വളരെ നല്ലതാണ്. ഇതിനെ പ്രശംസിക്കണം. ഒരു രാജ്യത്തിന് സ്വന്തമായ വികസനത്തിനുള്ള ഒരു വിചാരമില്ലാത്തപ്പോൾ നിങ്ങൾ സെൻട്രൽ ഏഷ്യ, പാകിസ്ഥാൻ വരെ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, സിറിയ, ലിബിയ, ആ, യമൻ, ആ പ്രദേശം മുഴുവനും. കാരണം നിങ്ങൾ മതത്തെ കൊണ്ടുവന്ന് അതിൻ്റെ കയ്യിൽ ഇത്തരമൊരു കരാർ നൽകി, ഇതാണ് നിങ്ങളുടെ മതമെന്നും ഇതിനപ്പുറം ഒന്നുമില്ല എന്നും. അങ്ങനെ നിങ്ങൾ സൃഷ്ടിച്ചത് കുഴപ്പങ്ങളാണ്. എന്താ നിങ്ങൾ കിട്ടിയേ? അതാ തീവ്രവാദികളെ ഞാൻ സൃഷ്ടിച്ചു. ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താ നിങ്ങൾ ലഭിച്ചത്? അതെ, അത് മാനസിക നിയന്ത്രണങ്ങളുടെ അടിമകളെ സൃഷ്ടിച്ചു. അതുകൊണ്ട് ഇതുപോലെ പിന്നെന്താ, നമ്മൾ അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ചോദ്യം വളരെ ഇപ്പൊ നിങ്ങളോട് പ്രധാനപ്പെട്ടതായിരിക്കും. ചോദിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. യൂറോപ്പിൽ ഒരാളുണ്ട്, ആ. അവനും മതവിശ്വാസിയാണ്. അമേരിക്കയിലും ഒരു പ്രസിഡന്റ് ഉണ്ട്, അവൻ ബൈബിൾ കയ്യിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അവിടെ ഒരു പക്ഷേ നവോത്ഥാനം ഉണ്ടായിട്ടുണ്ട്. അതെ, വെസ്റ്റേൺ രാജ്യങ്ങളിൽ അവർ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന മതങ്ങളും, പിന്നെ ഇവിടെ നമ്മുടെ മധ്യേഷ്യയിലെ മുസ്ലിം രാജ്യങ്ങളിലെ അനുയായികളും, അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ട് മതങ്ങളെ കുറിച്ചും വ്യത്യാസമുണ്ട്, എന്താണ്? വളരെയധികം വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അതായത് ജർമ്മനിയിൽ മാർട്ടിൻ ലൂതർ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് പറഞ്ഞത് ഞാൻ പ്രതിഷേധിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് അദ്ദേഹത്തെ പ്രതിഷേധിക്കാൻ സമ്മതിക്കുകയും ചെയ്തു. അയാളുടെ പ്രതിഷേധത്തിൽ നിന്ന് പ്രൊട്ടസ്റ്റന്റുകൾ വരെ ഉണ്ടായി. പിന്നെ അതേ മതപരീക്ഷണത്തിൽ നിന്ന് റെനസാൻസ് വരെ ഉണ്ടായി. അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അതായത് നിങ്ങളൊരു മുന്നോക്ക ചിന്താഗതിയിലുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ പുതിയൊരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ കഴുത്ത് കണ്ടിച്ചു കളയുന്നൊക്കെ. അതുകൊണ്ടാണ് ഈ ക്രിസ്തീയ മതം അങ്ങനെ തന്നെ ആധുനികവൽക്കരിക്കാൻ കഴിഞ്ഞത്. അത് സ്വയം ഒരു പുതിയ ധാരണ, ഒരു പുതിയ ചിന്തയോടെ മുന്നോട്ട് പോയി. അങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. നോക്കൂ, മൂന്നിൻ്റെ മൂല്യം ഒന്ന് തന്നെയല്ലേ. ഏറ്റവും പഴയതാരാണ്? യൂതന്മാര്. അബ്രാഹ്മിക പ്രവാഹത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിന് ശേഷം ആരാണ് വന്നത്? ക്രിസ്ത്യാനികൾ. പിന്നെ അതിൽ ഏറ്റവും പുതിയതാരാണ്? അത് മുസ്ലിം. അതിലിത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതായത് ജൂതന്മാർക്ക് പോലും കാലക്രമേണ മുന്നോട്ട് പോകാൻ സാധിച്ചു. പിന്നെ മൊത്തം ലോകത്ത് 80 ലക്ഷം, 1 കോടിയിൽ താഴെ ജൂതന്മാരുള്ളൂ. ഇവരെല്ലാ വിധത്തിലും ആധിപത്യ സ്ഥാനത്തിലാണ്. അതായത് 60 ലക്ഷം ജൂതന്മാരെ ഹിറ്റ്ലർ നാസി വംശഹത്യയിൽ, അതായത് ഹോളോകോസ്റ്റിൽ കൊന്നുകളഞ്ഞില്ലേ. ഇത്രയും വലിയ പീഡനം അവർ സഹിച്ചിട്ട് പോലും ഇന്ന് അവർ എത്ര നന്നായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു. അവർക്ക് എന്തൊരു ശക്തിയാണ്. അവർക്ക് ആൾബലം കുറവാണല്ലോ. ലോകം മുഴുവൻ അവരില്ലേ. അവർ ധനികരുമാണ്. തന്ത്രപരമായി നോക്കുകയാണെങ്കിൽ അവർ ഭയങ്കര മിടുക്കരുവാ. ഇന്നോവേഷൻസും ചെയ്യുന്നുണ്ട്. സയൻസിലും മുന്നോട്ടാണ്, ആർട്സിലും മുന്നോട്ടാണ്, സ്റ്റാർട്ടപ്പിലും മുന്നോട്ടാ. പിന്നെ നിങ്ങൾ ക്രിസ്ത്യൻ വേൾഡിനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങളിപ്പോൾ ഡെവലപ്പ് വേൾഡിനെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലെ ഫസ്റ്റ് വേൾഡിനെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്ലോബൽ നോർത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, അങ്ങനെ വരുമ്പോൾ ഇൻഡയറക്ട്ലി നിങ്ങൾ പറയുന്നതൊക്കെ ക്രിസ്ത്യൻസിനെ പറ്റിയാണ് അല്ലേ. നിങ്ങൾ വികസിത രാജ്യങ്ങളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഏത് പിക്ചറായിരിക്കും വരുന്നത്? ഒരു ക്രിസ്ത്യൻ സായിപ്പിൻ്റെ ചിത്രമല്ലേ വരൂ. അതല്ലേ ഇത് ശരി. അപ്പോൾ അവർ അത്രയും മുന്നോട്ട് പോയിരിക്കുന്നു. എന്തുകൊണ്ട് മുമ്പോട്ട് പോയി? കാരണം മതം സമയത്തിനനുസരിച്ച് മാറുന്ന വിഷയങ്ങളിൽ പൂർണ്ണമായിട്ടും മാറാൻ തയ്യാറാകണം. അതായത് പ്രത്യേകിച്ച് ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മതം ശരിക്കും കർശനമായി പാലിക്കേണ്ടത് എവിടെയാ? ഏത് കാര്യത്തിനാണെന്നറിയോ? കാലത്തിനനുസരിച്ച് മാറാത്ത കാര്യങ്ങളിൽ. ഉദാഹരണത്തിന്, കരുണ എന്നത് എന്താണെന്നറിയോ? അത് കാലത്തിനനുസരിച്ച് മാറാത്തൊരു മൂല്യമാണ്.
അതുകൊണ്ട് കരുണ ഒരു കാലഘട്ടത്തിൽ പ്രസക്തമായിരുന്നുവെന്നും പിന്നെ മറ്റൊരു കാലഘട്ടത്തിൽ പ്രസക്തമായിരുന്നില്ലെന്നും നമുക്ക് പറയാൻ കഴിയില്ല. സമയം കേവലമാണ്. അതെ, അത് സമയത്തിന്റെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലെ മതം എന്നൊക്കെ പറയുമ്പോൾ കേവലം മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വേറൊരു ചോദ്യം കൂടിയുണ്ട്. നിങ്ങൾ പറഞ്ഞില്ലേ വെസ്റ്റിൽ നിന്നാണ് പുനർജനം ഉണ്ടായത് എന്ന്. ആ അതിനെ എതിർത്ത ശക്തികളെ അല്ലെങ്കിൽ പരിഷ്കരണവാദ ശക്തികളെ അംഗീകരിച്ച പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ് അത് വന്നു. അതെ സ്വീകരിക്കുന്നു. പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ് വന്നു. ആ. ഇന്ത്യയിൽ ഒരു കാലത്ത് ആ. ഒരു ഭക്തി പ്രസ്ഥാനം നടന്നു. ചൈതന്യ മഹാപ്രഭു, മീര, ദാദു, രഹീം, നാനക്, കബീർ. പിന്നീട് ഇവിടെ പുനർജനം എന്ന് വിളിക്കപ്പെടുന്ന പരിഷ്കരണ പ്രസ്ഥാനമുണ്ടായി. രാജാറാം മോഹൻ റായ്, സാഗർ, ദയാനന്ദ സരസ്വതി. അങ്ങനെ നാം നമ്മിൽ മാറ്റത്തിന് അവരെ അനുവദിച്ചു. എന്നിട്ട് നമ്മളവരെ അംഗീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ ആ മാറ്റത്തിന് നാം വാതിൽ അടച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട്. നോക്കൂ, മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആരും കുറച്ചൊക്കെ വേദന തരും. പിന്നെ അതുപോലുള്ള വേദനകൾ കുറച്ചൊക്കെ സ്വീകരിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സമൂഹമാണ് മുന്നോട്ട് പോവുകയും വളരെയൊക്കെ ചെയ്യുന്നത്. അതാണ് വാസ്തവം. ഈ വേദന നിങ്ങൾക്കും ഉണ്ടാവും. പിന്നെ ഈ പരിഷ്കാരം കൊണ്ടുവരുന്ന ആളെ നിങ്ങൾ തിരിച്ചു വേദനിപ്പിക്കും. ഇതൊരു തുല്യമായ പ്രവർത്തനമാണ്. രാജാ രാംമോഹൻ റോയ് ആയാലും കർവേ ആയാലും അങ്ങനെ തന്നെയാണ്. നമ്മളവരെ വേദനിപ്പിച്ചിട്ടില്ലെന്ന് പറയാനാവില്ല. ശരിയല്ലേ? നമ്മൾ മറ്റുള്ളവരും വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് നോക്കിയാൽ ഒരു തരം പരസ്പര പ്രവർത്തനമാണ്. ഈ പരിഷ്കാരം വരുമ്പോഴത്തേക്ക് അയാൾ പറയും ഇതൊന്നും ശരിയല്ല, നിങ്ങളുടെ രീതികളൊക്കെ മാറ്റണം. അത് നമ്മളെ വേദനിപ്പിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളും തിരിച്ചാളെ വേദനിപ്പിക്കും. ചിലപ്പോൾ വാക്കുവാദം ഉണ്ടാവും, ചിലപ്പോൾ കയ്യാങ്കളി ഉണ്ടാവും. എന്തൊക്കെ ആയാലും അതിലൊരു ശാന്തതയും സമാധാനവും ഒക്കെ ഉണ്ടാവും. കാരണം അയാൾ പറയും നിങ്ങൾ എന്നെ തല്ലുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ മാറ്റാനുള്ള പ്രയത്നമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ പറയും നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, എന്നാലും പറ, ഒന്ന് കേട്ട് നോക്കിയേക്കാം. അങ്ങനെ കേട്ട് ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഇയാൾ പറയുന്നതിൽ കാര്യമൊക്കെ ഉണ്ട്. ഈ പ്രക്രിയ നടക്കുമ്പോൾ ഇതുപോലുള്ള പ്രക്രിയ ഹിന്ദു മതത്തിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുക. അത് പൂർണ്ണമായിട്ടില്ല. അത് നമ്മുടെ ഈ പരിപാടി ഉണ്ടല്ലോ, അത് ഏതാണ്ട് 200 വർഷം മുമ്പ് തുടങ്ങിയതാ. അത് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് പൂർത്തിയായിട്ടില്ല. അത് പൂർത്തിയാകുന്ന ദിവസം നമുക്ക് മനസ്സിലാവും ഈ പരിഷ്കാരികൾ ഇവിടുന്ന് പോയെന്ന്. അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ കുറേ ഈ നൂലാമാലകൾ നിറഞ്ഞ ചട്ടങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ അത് പൂർണ്ണമായിട്ട് മാറിപ്പോയി. സ്ത്രീകൾക്ക് നേരെയുള്ള നമ്മുടെ കാഴ്ചപ്പാടുണ്ടല്ലോ, അത് മാറിയിട്ടുണ്ടാവും. ജനങ്ങൾക്ക് നേരെയുള്ള നമ്മളുടെ ഈ സങ്കീർണതകളും ശുദ്രതകളും ഒക്കെ അതും മാറിയിട്ടുണ്ടാവും. പിന്നെ അതിനേക്കാളും പ്രധാനപ്പെട്ടത് ശാസ്ത്രത്തെ നമ്മൾ വളരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും തുടങ്ങും. ഹിന്ദു മതത്തിലെ പരിഷ്കരണ പ്രക്രിയ പൂർത്തിയാകുന്ന ദിവസം അത് പൂർത്തീകരണത്തിലേക്ക് അല്ലെങ്കിൽ കൺക്ലൂഷനിലേക്ക് പോകുമ്പോൾ അന്ന് ഈ ലക്ഷണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ഹിന്ദു മതമില്ലേ, അത് ശാസ്ത്രത്തെ വളരെ അധികം ബഹുമാനിക്കാൻ തുടങ്ങും. ഇതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ക്രിസ്ത്യാനികളെ നോക്കുമ്പോൾ അവിടെ ഈ പ്രക്രിയ ഏകദേശം 80-90% പൂർത്തിയായിരുന്നു. 100% ഒരിക്കലും പൂർത്തിയാവില്ല. അവിടെയും കടുത്ത അനുയായികളുമുണ്ട്, കുറെ അന്ധവിശ്വാസികളുമുണ്ട്. എന്നാൽ 80-90% ആളുകൾ റെനസാൻസിലൂടെ പിന്നെ പൊളിറ്റിക്കൽ വിപ്ലവങ്ങൾ എന്നിവയിലൂടെ, അതായത് ഇതിലൂടെയൊക്കെ ചർച്ചിന്റെ പിടിയിൽ നിന്ന് സ്വതന്ത്രരായി. ഹിന്ദുമതത്തിൽ ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുക. ഇസ്ലാമിലാണെങ്കിൽ അത് തുടങ്ങിയിട്ടേ ഇല്ല. ഇപ്പൊ തുടങ്ങിയിട്ടേ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിനിപ്പോൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ അവിടെ യുദ്ധവും അക്രമവും ഒക്കെ മാത്രമേ ഉണ്ടാവൂ. ഒരു പ്രാചീനമായ അന്തരീക്ഷം കാണാൻ സാധിക്കും. ഈ ലിബറൽ ചിന്തകളൊന്നും അവിടെ ഉണ്ടാവില്ല. പകുതി ജനസംഖ്യ സ്ത്രീകളാണ്, അവർ തടവുകാരികളാണ്, അവരെ പുറത്തു പോകാൻ അനുവദിക്കുന്നില്ല, പഠിക്കാൻ അനുവദിക്കുന്നില്ല, അവരെ രാഷ്ട്രീയ സാമ്പത്തിക പങ്കാളിത്തത്തിൽ അനുവദിക്കുന്നില്ല. ഈ പറയുന്നതൊക്കെ ഒരു മതത്തിൻ്റെ ലക്ഷണമാണോ? നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ധർമ്മത്തിൻ്റെ ഉദ്ദേശം ഇതൊക്കെ തന്നെയാണോ? ധർമ്മം എന്താണ് ചെയ്യാന്ന് നമ്മൾ സംസാരിച്ചില്ലേ? ധർമ്മത്തിന്റെ ഉദ്ദേശം മനുഷ്യനെ മാനസികമായി മോചിപ്പിക്കുക എന്നതാണ്. നമ്മുടെ മനസ്സിനുള്ളിൽ എപ്പോഴും അസ്വസ്ഥതയും വിഷമവും അനുഭവിക്കുന്ന എന്തൊക്കെയുണ്ട്. ധർമ്മത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അതിനെ കുറച്ച് ബോധവും ജ്ഞാനവും ഒക്കെ കൊടുത്ത് ശാന്തമാക്കുക എന്നതാണ്. ഇതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. ഇതിന് പകരം ഇവിടെ ധർമ്മം ജയിക്കുന്നത് എന്താ? അതായത് ഇവനെ കൊല്ല്, അവനെ കൊല്ല്, അവന്റെ വീട്ടിൽ പോയി തീയിട്, മറ്റവന്റെ കഴുത്ത് വിട്ട്, എന്നിട്ട് ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാലോ? അവിടെ എന്താ നടക്കുന്നത്? സ്ത്രീകളെ പഠിക്കാൻ പോലും ഇപ്പൊ അനുവദിക്കുന്നില്ല. അത് വർദ്ധിച്ചിരിക്കുക. ഇതെല്ലാം ആരുടെ പേരിലാണ് ചെയ്യുന്നത്? ഇസ്ലാമിന്റെ. അതെ, ഇസ്ലാമിന്റെ പേരിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു തരം ഡോമിനോ എഫക്റ്റ് ആണ് നടക്കുന്നത്, റിയാക്ഷണറി എഫക്റ്റ് ആണ് നടക്കുന്നത്. ഈ ഇസ്ലാമിക് ഈ ഫണ്ടമെന്റലിസവും റാഡിക്കലിസവും ഒക്കെ ഇല്ലേ, അതുണ്ടാക്കിയ പ്രതികരണമായി അതിനെ പലപ്പോഴും ഒരു ഒഴിവ് കഴിവായി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇസ്ലാമിക് റാഡിക്കലിസം തുടങ്ങിയിട്ടുണ്ട്, പിന്നെ ഹിന്ദു റാഡിക്കലിസവും തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പറയുന്നില്ല നെസസറിലി അല്ലെങ്കിൽ എസെൻഷ്യലി ഒരു പ്രതികരണമായി മാത്രമേ വരൂ എന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ അവരുമായി സംസാരിക്കുകയാണെങ്കിൽ അവരിങ്ങനെ പറയൂ, ഇവർ ഇത്രയും മോശമായി പെരുമാറുകയാണെങ്കിൽ, ഇവർ ഇത്രയും കടുത്ത അനുയായികളാണെങ്കിൽ
മുസ്ലിങ്ങളെ മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർ പറയും ഇവർ ഇത്രയും കടുത്ത അതുകൊണ്ട് നിങ്ങളുടെ അനുയായികളാണെങ്കിൽ നിർബന്ധമാണ്. ഞങ്ങളും നിർബന്ധിതരാവും, മതഭ്രാന്തരാവും. ഇപ്പോൾ നമ്മൾ 2025 അടുത്തിരിക്കുന്നു. നിങ്ങൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഹിന്ദുമതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് പൂർത്തിയാകാൻ സമയമെടുക്കും. ആ ആദ്യ കാര്യം എന്താണെന്ന് വെച്ചാൽ 2050 സർക്കാർ സ്ത്രീകൾക്ക് മുന്നിലൊരു തിരഞ്ഞെടുപ്പ് പ്രതിനിധാനം നൽകി എന്നതാണ്. അതിൻ്റെ ഫലം 2026 മുതൽ നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, മുസ്ലിം സമൂഹത്തിൽ ഷാബാനോ കേസ് രാജ്യത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്നതാണ്. അതൊരു വാസ്തവമല്ലേ? സർക്കാർ ട്രിപ്പിൾ തലാഖ് നിരോധിച്ചു. സർക്കാർ വഖഫ് ബോർഡിനെ നിയന്ത്രിക്കാനും ശ്രമിക്കുന്നു, സമത്വം നൽകാൻ ശ്രമിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഭാരതം എങ്ങനെ തോന്നുന്നു? എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ കൂടെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അല്പം അനീതി കാണിച്ചു എന്നാണ്. ഉം. അവര് മറ്റുള്ളവരെ പോലെ മനുഷ്യനാണെന്ന് അവര് കരുതിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കും മറ്റുള്ളവർക്കുള്ള അതേ ആവശ്യമുണ്ട്. എന്താണ് ആവശ്യങ്ങൾ? ഏറ്റവും പ്രധാന അടിസ്ഥാന ആവശ്യമാണ് വിദ്യാഭ്യാസം. ഇത് ഒന്നുകൂടെ ഞാൻ പറയാം, മനുഷ്യൻ ചിന്തിക്കാൻ കഴിവുള്ള ഒരു ജീവിയാണ്. വിദ്യാഭ്യാസം ഇല്ലാതെ നമ്മൾ മൃഗങ്ങളെ പോലെയാണ്. ഒരു സമയം നമ്മൾ അവരെ വോട്ട് ബാങ്കായിട്ട് മാത്രം കണ്ടു. ഇവിടെ കോടതി ഒരു പുരോഗമന തീരുമാനം എടുത്തപ്പോഴും കോടതിയെ മറികടക്കാൻ പാർലമെന്റ് നിയമം പാസാക്കി. ഉദാഹരണം പറഞ്ഞ നമ്മുടെ ഈ സഭാനോ കേസ്, ഉം. നമ്മളവിടെ കോടതിയെ തന്നെ സൂപ്പർസീഡ് ചെയ്തില്ലേ? നമ്മൾ ഒരിക്കലും അവരെ മാർജിനലൈസ് ചെയ്യുകയും ചെയ്തു, പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ കൊടുത്തില്ല, അവരെ പൂർണ്ണമായി വേർതിരിക്കുകയും ചെയ്തു. എന്താ പറഞ്ഞത് ശരിയല്ലേ? അതുകൊണ്ട് ഞാൻ പറയുക, മാനുഷിക രീതിയിൽ മാത്രം നമ്മൾ അവരെ കാണുകയാണെങ്കിൽ, അതായത് ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തെ മുസ്ലിങ്ങൾ തന്നെ ആയിക്കോട്ടെ, അവർക്ക് ആവശ്യം വിദ്യാഭ്യാസമാണ്. നിങ്ങൾക്ക് ഈ ലോകത്തെക്കുറിച്ചുള്ള വസ്തുതകൾ അറിയാത്ത കാലത്തോളം അതുവരെ നിങ്ങളുടെ ഭ്രമങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ എങ്ങനെ നീങ്ങും? ഇനി അഥവാ അത് നീങ്ങിയില്ലെങ്കിൽ നിങ്ങൾ അതേ ഭ്രമങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും മതമായി കരുതിക്കൊണ്ടിരിക്കും. ഉം. മതത്തെ ശുദ്ധീകരിക്കാൻ ശാസ്ത്രീയ വിദ്യാഭ്യാസം, ആധുനിക വിദ്യാഭ്യാസം വളരെ പ്രധാനമാണ്. ഈ പ്രശ്നം നമുക്ക് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ പലപ്പോഴും ഇന്ത്യയെ കുറ്റപ്പെടുത്താറുണ്ട്. എനിക്കും വളരെ മോശമായിട്ട് തോന്നാറുണ്ട്. ലോകത്തിലെ മികച്ച യൂണിവേഴ്സിറ്റീസിന്റെ ലിസ്റ്റ് പുറത്തിറങ്ങുമ്പോൾ അതിൽ നമ്മുടെ പേരുകളൊക്കെ വളരെ കുറവ്. എന്തുകൊണ്ടാണ്? പിന്നെ ഉണ്ടെങ്കിൽ തന്നെ അത് ഏതൊക്കെ പേരുകളാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. IITസിന്റെ പേരുണ്ടാവും, ചിലപ്പോൾ JNU ഉണ്ടാവും, ചിലപ്പോൾ ഒന്ന് രണ്ട് മറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ DU ഉണ്ടാവും. പക്ഷേ അതിൻ്റെയൊക്കെ പേരുകളൊക്കെ പുറകിലായിരിക്കും. ഇനിയിപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഇസ്ലാമിക് വേൾഡിന്റെ യൂണിവേഴ്സിറ്റീസ് തപ്പി നോക്കിയാൽ ഒന്നും തന്നെ കാണില്ല. ഇതിപ്പോൾ ഒരു കോയിൻസിഡൻസ് മാത്രമല്ല, ഇതൊരു തരം അന്തർലീനമായ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് ഗൂഢാലോചനയാണ്. ഉദാഹരണത്തിന് പാകിസ്ഥാനിൽ അവര് ഡാർവിൻ്റെ തിയറി പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്ന പോലുമില്ല. അവരത് സിലബസിൽ നിന്ന് ഒഴിവാക്കി. അവർക്ക് വിദ്യാഭ്യാസം അപകടകരമായ കാര്യമാണ്. അവർ പറയുന്നത് ഞങ്ങളിപ്പോൾ ഇങ്ങനെ പഠിപ്പിച്ചാൽ, അതായത് മനുഷ്യൻ കാലക്രമേണ വികസിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉം. അപ്പം നമ്മൾ നമ്മുടെ കുട്ടികളോട് എങ്ങനെ പറയും മനുഷ്യനെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെന്നും, അതായത് ഇവിടെ നമുക്ക് മുകളിൽ ഒരു സൃഷ്ടികർത്താവ് ഉണ്ടെന്നും, ഈ മനുഷ്യരെയൊക്കെ സൃഷ്ടിച്ച ആ സൃഷ്ടാവ്, ഈ ക്രിയേറ്ററിൻ്റെയും ക്രിയേഷൻ്റെയും തിയറി ഇല്ലേ, ഈ തിയറീസ് തമ്മിൽ കൂട്ടിയിടിക്കില്ലേ? അതായത് ഈ മുഴുവൻ ആശയവും ഇതിൻ്റെ പുറത്താണ്. അതായത് ഇത് ക്രിയേഷനാണ്, ഇത് ക്രിയേറ്ററാണ്. അപ്പോൾ പിന്നെ വിദ്യാഭ്യാസവും ശാസ്ത്രവും ശത്രുക്കളായി തോന്നും. ഈ ഇസ്ലാം എന്നത്, അതായത് മനുഷ്യൻ്റെ സ്വതന്ത്ര വികാസത്തിനും മനുഷ്യൻ്റെ ശാസ്ത്രീയ വീക്ഷണത്തിനും അനുകൂലമായ ഒരു അന്തരീക്ഷവും സംസ്കാരവും സൃഷ്ടിക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഇന്ന് വളരെ പിന്നോക്കം നിൽക്കുന്നത്. നോക്കൂ, ഇവിടെ ഇപ്പോൾ ഏത് മതമായാലും അത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? മതഗ്രന്ഥങ്ങളെ. ശരിയല്ലേ? ഒരു ഗ്രന്ഥം പോലും ഇല്ലാത്തൊരു മതം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. അല്ലെങ്കിൽ ബുക്സ്. ഉം. അവിടെ ഒരു ബുക്ക് ഉണ്ടാവും, റിലീജിയൻ ഓഫ് ദ ബുക്ക്. നമ്മൾ റിലീജിയൻ ഓഫ് ദ ബുക്സ് ആണല്ലോ, കാരണം കുറെ അധികം ഉണ്ടല്ലോ. പക്ഷെ കുറെ അധികം ഉണ്ടെങ്കിലും നമ്മളെന്താ പറയുന്നത്? വേദാന്തം, വൈദിക മതം എന്നാ പറയുന്നത്. ശരിയല്ലേ? അപ്പം അങ്ങനെ ഒരു പുസ്തകം ഉണ്ടാവും, ഒരു ഗ്രന്ഥം ഉണ്ടാവും. അപ്പോൾ ഒരു പുസ്തകം എന്ന് പറയുമ്പോൾ അത് രചിക്കപ്പെട്ടതാണ്, എഴുതപ്പെട്ടതാണ്. ഇത് മതപരമായ ആൾക്കാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മോളിൽ നിന്ന് വന്നതാണെന്ന് പറയും. അത് ഒരു കാലഘട്ടത്തിൽ. ഉം. അങ്ങനെ അതിൽ പല കാര്യങ്ങളും ആ കാലഘട്ടത്തിന് മാത്രം ഉപയോഗപ്രദമായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ശരിയാണ്, കാരണം പുസ്തകം വന്ന സമയത്ത് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അതവിടെ എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ മതത്തെ അനുസരിക്കുന്നവർ അവരവരുടെ യുക്തി ഉപയോഗിച്ച്, അവരുടെ തന്നെ ബുദ്ധി ഉപയോഗിച്ച് അതീതത്തിലെ കാര്യങ്ങൾ അതെന്തായാലും ശരി വളരെ ബഹുമാനത്തോടെ മ്യൂസിയത്തിൽ സൂക്ഷിക്കുക. പിന്നെ ആ കാര്യങ്ങൾ കാലാതീതമായ, അതായത് എറ്റേണലായ കാര്യങ്ങൾ, സനാതനമായ കാര്യങ്ങൾ, ആന്തരികമായ കാര്യങ്ങൾ,
ടൈംലെസ് ആയത്. ആ കാര്യങ്ങളൊക്കെ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഈ ഒരു ഡിസ്റ്റിങ്ഷൻ, അതായത് ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. പക്ഷേ ഇതിന്റെ സെൻട്രൽ കോർ മെസ്സേജ് ഇല്ലേ, അതിലാണ് കാര്യം ഇരിക്കുന്നത്. ഈ കേന്ദ്ര സന്ദേശം വിവരിക്കാൻ എപ്പോഴും ആരെങ്കിലും വേണം. അയാൾ വന്ന് ഇത് റീഇൻറ്റർപ്രറ്റ് ചെയ്താൽ ആധുനിക അല്ലെങ്കിൽ കണ്ടംപററി ഭാഷയിൽ ഈ ഗ്രന്ഥത്തെ പുനർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആളുകളോട് ഇന്ന് ഈ ഗ്രന്ഥത്തിന്റെ ഇന്നത്തെ അർത്ഥം ഇതാണെന്ന് പറയണം. അതിന്റെ വ്യാപ്തി ഇസ്ലാം ആണെങ്കിൽ അതിന് അവസരം നൽകുന്നില്ല. ശരിയല്ലേ? ഇപ്പോൾ നിങ്ങൾ ഇസ്ലാമിന്റെ കോറിലേക്ക് പോയാൽ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിക്കളാ. ഈ കാലഘട്ടത്തിനനുസരിച്ച് മറുത കാര്യങ്ങളില്ലേ, അതൊക്കെ ഒഴിവാക്ക്, എല്ലാം ഒഴിവാക്ക്. ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രം എടുക്ക്. അത് മാത്രം നോക്കുകയാണെങ്കിൽ ഇസ്ലാമും വ്യക്തമായി തെളിഞ്ഞു വരും. ഉം. അതിന്റെ സെൻട്രൽ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ തൗഹീദ്, ടോട്ടൽ നോൺ ഡുവാലിറ്റി. അപ്പൊ അത് അവിടെ വ്യക്തമായി കാണാൻ സാധിക്കും. പക്ഷെ അത് അങ്ങനെ ആര് ചെയ്യും? അങ്ങനെ ആരാണ് ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ അയാളുടെ പിന്നെ മൻസൂറിനെ പോലുള്ള അവസ്ഥയാവും. ഉം. മൻസൂറിന് സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഒറ്റയടിക്കൊന്നും കൊല്ലില്ല. ഉം. പകരം വേദന കൊടുത്തായിരിക്കും കൊല്ലുന്നത്. കണ്ണുകൾ പറിച്ചെടുക്കും, മൂക്ക് മുറിച്ച് കളയും, നാക്ക് മുറിച്ച് കളയും, വല്ലാതെ പീഡിപ്പിച്ചായിരിക്കും കൊല്ലുന്നത്. അപ്പൊ ആളുകൾ പറയും, അയ്യോ ഒരു പരിഷ്കാരനാകാനും ആഗ്രഹമില്ലെന്ന്. അതുകൊണ്ട് ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹവും ഒരേ ചുറ്റുപാടിൽ അതേ മതതത്വങ്ങൾ, വാക്യങ്ങൾ, ആചാരങ്ങൾ എന്നിവയിൽ ജീവിക്കുന്നത് അസാധ്യമാണ്. അതുകൊണ്ട് കഠിനമായി ശ്രമിച്ചിട്ടും നിങ്ങൾക്കതിലൊരു മാറ്റവും കണ്ടെത്താൻ കഴിയില്ല എന്നതാണ് വാസ്തവം. അത് പിന്നെ അങ്ങനെയാണല്ലോ. നോക്കൂ, ഏതൊരു വ്യക്തിയും, അതായത് ഈ ഫണ്ടമെന്റൽ കാര്യങ്ങൾ പാലിക്കാതെ നടക്കുന്ന ഒരാള്, അയാൾ മതത്തിന്റെ പേരിൽ തീർച്ചയായും വഞ്ചിക്കപ്പെടും. സ്വയം രോഗിയായിരിക്കും, മറ്റുള്ളവരെ രോഗിയാക്കുകയും ചെയ്യും, ഏത് മതത്തിലായാലും. ഇനി എൻ്റെ ചോദ്യത്തിൻ്റെ രണ്ടാം ഭാഗം. സ്ത്രീകൾക്ക് 1/3 വിഹിതം ലഭിച്ചുവെങ്കിൽ ലോക്സഭ, വിധാൻസഭ ഇവിടെയൊക്കെ, അപ്പോൾ പുതുവർഷത്തിനപ്പുറമുള്ള ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഞാനിങ്ങനെ ചിന്തിക്കും, അതായത് സ്ത്രീകൾക്ക് ഇത്രയും കഷ്ടപ്പാട് ആദ്യം എങ്ങനെയാ വന്നത്? ഒരു രോഗത്തിന് മരുന്നുണ്ടാക്കണമെങ്കിൽ ആ രോഗം എവിടുന്ന വന്നതെന്ന് ആദ്യം മനസ്സിലാക്കണമല്ലോ. ഉം, ഉം. സ്ത്രീകൾക്ക് എങ്ങനെയാ ഈ ദുരിതം സംഭവിച്ചേ? ഇപ്പൊ പ്രകൃതിയിൽ ഈ ആണും പെണ്ണും എന്ന വേർതിരിവൊന്നുമില്ലല്ലോ. ഉം. ഒരു വീട്ടിൽ ആൺകുട്ടിയോ പെൺകുട്ടിയോ ജനിക്കുന്നത് സമമാണ്, വ്യത്യാസമൊന്നുമില്ല. 2 കുട്ടികൾ ജനിച്ചു, അത്രേ ഉള്ളൂ. നിങ്ങളിപ്പോൾ കാട്ടിലേക്ക് പോയാലും അവിടെയും ആണും പെണ്ണും എല്ലാവരും അവരുടെ ജോലികൾ തന്നെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന രോഗം എവിടുന്നാ വന്നേ? സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഈ രോഗം മതം എന്ന വേഷം ധരിച്ചു വന്നതാണ്. മതത്തിന്റെ പേരിൽ ചെയ്യുന്ന വൃത്തികേടുകൾ നീക്കം ചെയ്യുന്നത് വരെ, അതിനെ അവിടുന്ന് മാറ്റുന്നിടം വരെ ഈ സ്ത്രീകളുടെ സ്ഥിതി ഒരു കാലത്തും മെച്ചപ്പെടില്ല. സ്ത്രീകളെ അടിച്ചമർത്തുന്നത് ഒരു സാമൂഹിക പ്രശ്നമാണെന്ന് നമുക്ക് പറയാം, പക്ഷെ അത് മതിയാവില്ല. സമൂഹവും പറയുന്നുണ്ട്, അതായത് ഞാൻ സ്ത്രീകളോട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ റിലീജിയസ്ലി അപ്രൂവ്ഡ് ആണ്, മതപരമായി ശരിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ ധർമ്മത്തിന്റെ ഈ ഒരു രീതിയില്ലേ, അതായത് സ്ത്രീകളാണെങ്കിൽ ഭർത്താവിന്റെ കാലടിയിലിരിക്കണം, സ്ത്രീകൾക്കാണെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെയും ആവശ്യമില്ല, ഗുരുവിന്റെയും ആവശ്യമില്ല, ഭർത്താവ് തന്നെ ദൈവമാണ്, ഭർത്താവ് തന്നെ ഗുരുവാണ്, ഭാര്യ ഭർത്താവിന്റെ കാല് തിരുമ്മി കൊടുക്കുന്നില്ലെങ്കിൽ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവില്ല. ഇപ്പം മതങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്ത്രീകൾക്ക് എത്ര അധികാരം നൽകിയാലും 1/3 3/4 ഭാഗം നിങ്ങൾ കൊടുത്തോളൂ, ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. രോഗമുണ്ടായ സ്ഥലത്ത് തന്നെ അതിന്റെ പരിഹാരം നമുക്ക് കണ്ടെത്തിയേ പറ്റൂ. മതം ആദ്യം മനുഷ്യനെ ഒരു ചേതനയായി കാണാൻ സാധിക്കണം, അല്ലാതെ സ്ത്രീയും പുരുഷനുമായി അല്ല. ശരീരത്തെ അടിസ്ഥാനമാക്കി മതത്തിന് പ്രവർത്തിക്കാനാവില്ല. മതം ഇങ്ങനെ പറയണം, നീ ഒരു സ്ത്രീ, നീ ഒരു പുരുഷൻ, നീ ഒരു ചേതന, പിന്നെ നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ് മോക്ഷം. ഇതെപ്പോ സംഭവിക്കുന്നോ, സ്ത്രീകൾ സ്വയം മുന്നോട്ട് വന്ന് തങ്ങൾക്ക് ലഭിക്കുന്നതെല്ലാം നേടും. അവരുടെ എല്ലാം ഇല്ലേ പ്രകൃതി സമ്മാനിച്ചതൊക്കെ. ഇവിടെ നമ്മളല്ലേ അവരെ കൃത്രിമ സാമൂഹിക ബന്ധനങ്ങളിലൊക്കെ ബന്ധിച്ചിരിക്കുന്നത്. അവര് സ്വയം മുന്നോട്ട് വന്ന് അവരുടെ സ്ഥാനങ്ങൾ നേടിയിരിക്കും. നമ്മളായിട്ട് അവർക്ക് സ്ഥാനം കൊടുക്കേണ്ടത് ആവശ്യമില്ല, അവർ തന്നെ നേടിക്കോളും. ആചാര്യജി, പുതുവർഷത്തിൽ ഞങ്ങൾ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് കരുതി, എന്നാൽ വെല്ലുവിളികൾ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും. പുതുവത്സരത്തിൽ വെല്ലുവിളികൾ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഞാൻ പറയുന്നത് 2024 അപേക്ഷിച്ച് 2025 പുതുവത്സരമാണെങ്കിലും വളരെ വെല്ലുവിളികൾ നിറഞ്ഞ വർഷമായിരിക്കും. അതിനെ നേരിടാൻ ലോകം മനുഷ്യനെ തയ്യാറാക്കണം. വളരെ വളരെ നന്ദി. താങ്ക് യു, സർ.